Hi friend. സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. സോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് ആണ്. സോ മൈൻക്രാഫ്റ്റിൻ്റെ നമ്മളിന്ന് വന്നിരിക്കുന്നത് സാമ്രാജ്യം നമ്മളെ സെർവറിലോട്ടാണ്. സാമ്രാജ്യം എന്ന് പറഞ്ഞിട്ടുള്ള സെർവറിലോട്ടാണ്. സോ ഈ ഒരു സെർവറിലോട്ട് കയറണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗൈസ് ഞാനൊരു ഡിസ്കോഡിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിലോട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നമ്മളെ സെർവറിൽ ഡിസ്കോഡിൽ ജോയിൻ ചെയ്താൽ അവിടെ IP കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഒരു സെർവറിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജാവയിലായാലും ബെഡ്റോക്കിലായാലും കളിക്കാവുന്നതാണ്. സോ ഗൈസ് ഞാൻ അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് കളിക്കുന്നത്. സോ ഗൈസ് നമുക്ക് എന്തായാലും കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം. ഇപ്പം വെറുതെ ഇങ്ങനെ ശല്യം ചെയ്യും, അത് നിങ്ങൾ കാര്യമാക്കണ്ട. സോ ഗൈസ് നമുക്ക് ഫസ്റ്റ് തന്നെ ഇതൊന്ന് കൂട്ടിയേക്കാം. ഓക്കെ, ഇനി നമുക്ക് ബേസിക് ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. നമുക്ക് ഫസ്റ്റ് തന്നെ പോയിട്ട് വുഡ് കട്ട് ചെയ്യാം. സോ ഗൈസ് നിങ്ങൾക്കത് ബെഡ്റോക്കിലും കളിക്കുക, ജാവയിലും കളിക്കാം കേട്ടോ, ഏതിൽ വേണമെങ്കിലും കളിക്കാം. സോ നിങ്ങൾക്കത് പബ്ലിക് സെർവറാണ്, നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ട് കളിക്കാവുന്നതാണ്, ഈസി ആയിട്ട് കളിക്കാവുന്നതാണ്. സോ ഗൈസ് നമുക്ക് കുറച്ച് വുഡ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോണിൻ്റെ ടൂൾസ് ഉണ്ടാക്കണം. ഇത് ഇവന് കുറച്ച് സ്റ്റോൺ കൊടുത്തേക്കാം, എടുത്തില്ല കൊണ്ട് നമുക്ക് ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് അഡ്വാൻസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ബെഡ്റോക്കിലായാലും അഡ്വാൻസ്മെൻറ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ നമുക്കിത് ജാവയിലും ബെഡ്റോക്ക് എന്ന് പറഞ്ഞ സംഭവം അതിനെക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബെഡ്റോക്കിൽ കളിക്കുന്നവർക്കും അഡ്വാൻസ്മെൻറ്റിൻ്റെ ആ സംഭവം കിട്ടും. ഓക്കെ, നമുക്കപ്പോൾ പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇനി നമുക്ക് അയണിലോട്ട്, ഇന്ന് നമ്മളെ ഗോൾ എന്ന് വെച്ചാൽ ഡയമണ്ട് ആർമർ ആക്കണമെന്നാണ്. ഫസ്റ്റത്തെ എപ്പിസോഡിലെല്ലാം നമുക്ക് OP ആണോ സെർവർ ഒന്ന് പിടിച്ചിറങ്ങണം ഗൈസ്. ഓക്കെ ഓക്കെ, നമുക്ക് ഇനി ഒരു ടൂൾസ് ആക്സും കൂടി ഉണ്ടാക്കിയിട്ട്. സോ ഗൈസ് നമ്മൾ വേറെയും ഫ്രണ്ട്സൊക്കെ ജോയിൻ ആവുന്നുണ്ട്. സോ നമ്മൾ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഒരു സെർവറിൽ ഞാൻ കളിക്കുന്നത്. കുറച്ച് ടീമായിട്ടൊക്കെ നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. പിന്നെ കുറച്ച് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെർവറിൽ എപ്പോൾ വേണമെങ്കിലും കളിക്കാവുന്നതാണ്. ഓക്കെ, സോ ഗൈസ് ഞാൻ അപ്പോൾ അതേ ഇങ്ങനെ നിന്നപ്പോൾ ഇവനെ കാണുന്നില്ല ഗൈസ്. ഇവൻ ഇപ്പോൾ ഇതെവിടെ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ, നമുക്കിനി നേരെ പോയിട്ട് ഒരു വില്ലേജ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ സുഖമായിരിക്കും. ഞാൻ അപ്പോൾ അതേ ഗൈസ് റീജോയിൻ ആയിട്ടുണ്ട്, അപ്പോൾ ഇവനെ കാണുന്നില്ല. സോ ഗൈസ് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ബെഡ്റോക്കിൽ ഞാൻ കയറേണ്ടി വരും, കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ബെഡ്റോക്കിലാണ്. സോ ഞാൻ കുറേ ബെഡ്റോക്ക് ഇപ്പോൾ കളിച്ചിട്ട്, അതിനെക്കൊണ്ട് നമുക്ക് എന്തായാലും ഇന്ന് ബെഡ്റോക്കിൽ കളിക്കാം. ഓക്കെ, സോ ഗൈസ് നമ്മൾ ബെഡ്റോക്കിൽ ജോയിൻ ആയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ വുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് പോകാം. നമ്മൾ വേറൊരു ഫ്രണ്ട് ജോയിൻ ആയിട്ടുണ്ട്. സോ നമ്മൾ KJ ജോയിൻ ആയിട്ടുണ്ട്. സോ അവൻ്റെ അടുത്തേക്ക് പോകാം നമുക്ക്. ഓക്കെ, നമുക്ക് ഇവിടെ ഫുള്ള് സോംബീസാണ്, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ നോക്കാം. സോ ഗൈസ് നമുക്ക് ഞാൻ എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് നോക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, സോ നമുക്ക് അവനെ കണ്ടെത്തിയിട്ട് കാണാം. സോ ഗൈസ് നമ്മളിപ്പോൾ ഇവൻ്റെ KJൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സോ ഗൈസ് നമുക്ക് ഇനി കുറച്ച് കോഡ് കാര്യങ്ങളൊക്കെ മൈൻ ചെയ്തിട്ട് നമ്മൾ ടൂൾസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ച് കോഡ് കൂടി മൈൻ ചെയ്തിട്ട് നമുക്കൊരു വില്ലേജ് കണ്ടെത്തണം. വില്ലേജ് കണ്ടെത്തുന്നതിൻ്റെ മുന്നേ നമുക്ക് ഡയമണ്ട് ആർമർ സെറ്റ് ആക്കാൻ നോക്കണം. നമുക്ക് ഏതെങ്കിലും വലിയ കേവ് കിട്ടുകയാണെങ്കിൽ അവിടുന്ന് ഡയമണ്ട് ആർമറൊക്കെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് പോകാം, അതായിരിക്കും നല്ലത്. ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് കുറച്ച് കോളൊക്കെ മൈൻ ചെയ്തിട്ട് പോവാം. നമുക്ക് ഫുഡിന് നല്ല ആവശ്യമുണ്ട്, നമ്മളെ KJ അവിടെ ഉണ്ട്. ഓക്കെ, സോ ഗൈസ് നമ്മളിപ്പോൾ ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫർണസ് വെച്ചിട്ടേ ഒന്ന് കുക്ക് ചെയ്യണം, നമ്മളെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കുക്ക് ചെയ്യണം. നമ്മളിത് ഇവനെ കുറച്ച് ഫുഡ് എടുത്തേക്ക് നമ്മൾ കുക്ക് ചെയ്ത ഫുഡൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ബോട്ട് ഉണ്ടാക്കിയിട്ടേ നമുക്ക് നേരെ പോവാം, അതായിരിക്കും നല്ലത്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് കാര്യങ്ങൾ ഞാൻ തരാവുന്നതാണ്. സോ ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. ഞാൻ എന്തായാലും നമ്മുടെ ക്യാമറ ഒന്ന് മാറ്റാം, ക്യാമറേൻ്റെ ആംഗിള്. സോ ഗൈസ് നമുക്ക് എന്തായാലും ഇനി എന്തെങ്കിലും ബോട്ടോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, പിന്നെ ഗൈസ് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് വ്യൂസൊക്കെ കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. സോ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളെ എക്സാംസ് കാര്യങ്ങളൊക്കെ അതിനെ കൊണ്ടാണ് വീഡിയോസൊക്കെ ഡിലേ ആണ്, അതിനെ കൊണ്ടാണ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും കാണണമെങ്കിൽ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ് നമുക്കിപ്പോൾ ഒരു ഷിപ്പ് മറ്റേ സാധനം കിട്ടിയിട്ടുണ്ട്, നമ്മുടെ പോർട്ടൽ കിട്ടിയിട്ടുണ്ട്, നമ്മളെ റൂയിൻ പോർട്ടൽ. നമുക്ക് പിന്നെ അയണും കിട്ടിയിട്ടുണ്ട്, ഇവിടുന്ന് ഇങ്ങനെ കിടക്കണ്ടായിരുന്നു. അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു അയൺ പിക്കാക്സ് അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഞാൻ ഗോൾഡ് ഒന്ന് എടുത്തേക്കാം, കാരണം ഗോൾഡ് എപ്പോഴെങ്കിലൊക്കെ ആവശ്യം വരുമല്ലോ. സോ നമുക്ക് അത് എടുത്തേക്കാം. ഓക്കെ, നമുക്കൊരു ഡോർ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ജാവയും ബെഡ്റോക്കും കൂടി അതിനെ കൊണ്ട് നമുക്കിത് മറ്റേ ഡോർ വെച്ചിട്ട് വെള്ളത്തിനുള്ളിൽ കിടക്കാമല്ലോ. അതാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്, ചിലപ്പോൾ വർക്കാവേണ്ടതാണ്. ഓക്കെ നമുക്ക് ഓക്കെ, അതിങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വെക്കണം, എന്നാലേ പറ്റുള്ളൂ, കാരണം ബ്ലോക്ക് മൈൻഡ് ചെയ്യണ്ട.
ഇതിൻ്റെ മുകളിൽ വെച്ച് നോക്കാം, ഈ ഗോൾഡിൻ്റെ മുകളിൽ വെച്ച് നോക്കാം. ഓക്കെ, ആ ഓക്കെ, ഉണ്ടായി. അയ്യോ ഇത് വെച്ചിട്ട് ഇതല്ല മറ്റേ ഞാൻ അപ്പം തന്നെ മറ്റേ എന്താ സ്റ്റോണിൻ്റെ വെച്ചിട്ട് മൈൻഡ് ചെയ്തിരുന്നു. ഒരു ഗോൾഡ് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്, ഇനി ഒന്നും കൂടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ മുകളിലാണുള്ളത്. അതെ, അപ്പം ഇതും കൂടി നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, നമ്മളെ ജാവയിലെ ഹാർഡ് കോർ സീരീസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. സോ ഗൈസ്, നമുക്ക് ഞാൻ എന്തായാലും കേവ് കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ്, നമുക്ക് ഇവിടെ ഒരു കേവ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. നമുക്കിവിടെ കുറേ അയണ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതുവരെ ആർമർ ഉണ്ടാക്കിയില്ല, എന്നാലും നമുക്ക് ഫസ്റ്റ് ഇത് ഇങ്ങനെ അഡ്വാൻസിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ഫുള്ള് ലൈറ്റപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പോവാം, എന്നാലേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഡയമണ്ട് കാര്യങ്ങൾ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഈ ഗോൾഡ് കാര്യങ്ങൾ മൈൻ ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ഫസ്റ്റ് നമുക്ക് അയൺ ആർമർ ഒന്ന് സെറ്റ് ആവുകയാണെങ്കിൽ സുഖമായിരുന്നു. വലിയ ഗെയിം ഒന്ന് കിട്ടുകയാണെങ്കിൽ നല്ല സുഖം. നമുക്ക് ഇനി എന്തായാലും ഒരു സ്ട്രിപ്പ് മൈനിങ് ചെയ്യണമെങ്കിൽ നല്ലത് തോന്നുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നൊന്നും ഇങ്ങനെ ഫ്ലോറിൽ നിന്നൊന്നും കിട്ടുന്നില്ല. അതിനെക്കൊണ്ട് നമുക്ക് സ്ട്രിപ്പ് മൈനിങ് ചെയ്ത് നോക്കേണ്ടി വരും, എന്നാലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. സോ നമുക്കിത് ഫസ്റ്റത്തെ ഡയമണ്ട് ഇത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ സ്ട്രിപ്പ് മൈനിങ് ചെയ്ത് നോക്കിയാണ്. -54 ഞാൻ ചെയ്ത് നോക്കിയത്, അപ്പോഴാണ് എനിക്ക് ഇത് കിട്ടിയത്. നമ്മൾ കുറേ ബ്ലോക്ക് ട്രാവലും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോർഡിനേറ്റ് ഞാൻ കാണിക്കുന്നില്ല, കാരണം കോർഡിനേറ്റ് കാണിച്ചാൽ ആരെങ്കിലും വരും, അതാണ് പ്രശ്നം. ഇവിടെ കോർഡിനേറ്റ് കാണിക്കില്ല. ഓക്കെ, സോ നമ്മൾ 1000 ബ്ലോക്ക് അല്ല 3000 ബ്ലോക്ക് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ നമുക്കിത് 25 ഡയമണ്ട് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ സ്ട്രിപ്പ് മൈനിങ് ചെയ്തിട്ടുണ്ട്, ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം നമുക്ക് ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് 2 ആക്കും കൂടിയുള്ള ആർമർ ആയിട്ട് നമ്മളിവിടെ പോകുന്നുള്ളൂ ഗൈസ്. ഓക്കെ, നമുക്ക് നല്ല ഫുൾ ആർമർ ആക്കണം. അവനും അവിടെ മൈൻ ചെയ്യുന്നുണ്ട്, ഞാനും അവിടെ മൈൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നേരെ ഒരു ഡയറക്ഷൻ പിക്ക് ചെയ്തിട്ടേ മൈൻ ചെയ്യാം. ഇപ്പോൾ ഗൈസ്, നമ്മൾ ഫൈനലി ഇത് ഇവിടെ മൈനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് പിന്നെ ഒരു ഡയമണ്ട് പോലും കിട്ടിയില്ല, ശിവന് കുറേ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഇനി പോയേക്കാം. മുകളിലോട്ട് കയറാം. നമ്മൾ വന്ന വഴി തന്നെ പോവാണ്. ഇവിടെ നമ്മൾ വന്നിട്ട് ഇവിടെ പ്ലാങ്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സോ അതേ വഴി തന്നെ നമുക്ക് മുകളിലോട്ട് കയറിയേക്കാം. ഓക്കെ, കേജാണ് നമുക്ക് വഴിയൊക്കെ കാണിച്ചു തരുന്നത്. മുകളിലോട്ട് ഇങ്ങനെ പോവാം. ഗൈസ്, ഈ നേരത്തെ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യുക. പിന്നെ ഗൈസ്, ഇതിന് അടുത്ത എപ്പിസോഡ് ഉടനെ തന്നെ വരാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതാക്കുക, സപ്പോർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടുന്നതാണ്. ഗൈസ്, നമുക്ക് അമിത്തിസ്റ്റിൻ്റെ ഒരു ജിയോഡ് ഇട്ടിട്ടുണ്ട്. നല്ല രസമാണല്ലോ നമ്മളെ ഡെക്കറേഷനൊക്കെ. ഓക്കെ, നമ്മൾ മുകളിൽ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി ഹാർബർ ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. സോ ഞാൻ അത് ഓരോ ആർമർ ഇങ്ങനെ ഉണ്ടാക്കാണ്. നമുക്കിതൊക്കെ ഒന്ന് കളയാം, അങ്ങോട്ട് നമ്മൾ ആർമർ ഇട്ടേക്കാം. അതെ, നമ്മൾ ചെസ്റ്റ് പ്ലേറ്റ് ഇപ്പം ഉണ്ടാക്കിയല്ലോ. ചെറിയ ഈ ക്രാഫ്റ്റിങ്ങിൽ ചെറിയൊരു ഗ്ലിച്ച് ഉണ്ട്, അതൊന്നും നിങ്ങൾ സഹിക്കേണ്ടി വരും. ജാവയിലും ഉണ്ട്, ബെഡ് റോക്കിലും ഉണ്ട്. ഓക്കെ, അതൊന്ന് ചെറുതായിട്ട് സഹിക്കേണ്ടി വരും. പിന്നെ നമ്മളിപ്പോൾ ഫുൾ ആർമർ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഫുൾ ആർമർ 2 ആൾക്കാർ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ ഫുൾ ആർമർ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് അഡ്വാൻസിന് കിട്ടിയിട്ടുണ്ട്. മറ്റേ ഇവിടെ ക്രീപ്പർ ഉണ്ട്, പൊട്ടി ഇവനെ കൊണ്ടേക്കാം. ഓക്കെ,
പിന്നെ ഈ ജാവയിലുള്ള പോലത്തെ ഫുൾ ടൈം ഉണ്ട് ഇതിൽ. ഇങ്ങനെയും കൊണ്ടേക്കാം. നമ്മൾ ഫുൾ ആർമർ ആയതിനെ കൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഗൈസ് നമ്മളിത് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ ഗൈസ് നമ്മൾ ഇനിയും നമുക്ക് ഇനി വില്ലേജ് കണ്ടെത്തണം. സോ നമുക്ക് അത് അടുത്ത എപ്പിസോഡിൽ ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനിപ്പോൾ തന്നെ കുറച്ച് നേരമായിട്ടുണ്ട്. നമുക്ക് ടൈം കാര്യങ്ങളൊക്കെ കുറവാണ്, കാരണം എക്സാംസ് കാര്യങ്ങളൊക്കെ ആയിരിക്കണ്ടായി. സോ ഗൈസ് നമ്മളിത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. സോ AKJ ബാക്കിലുണ്ട്, സോ നമ്മളെ ടീമേറ്റ് ഉണ്ട്. ഓക്കെ, സോ ഗൈസ് നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. സോ ഇതിലെ നല്ല അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം കാണാം.